ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി നേരുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ പഠനത്തിലേക്കുള്ള നിങ്ങളുടെ തീക്ഷ്ണതയും താല്പര്യവും ആത്മാർത്ഥമായ അതിൻ്റെ ഉള്ളർത്ഥങ്ങൾ അറിയണമെന്ന ആഗ്രഹവും ദൈവം ആശീർവദിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വെളിപാട് പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ ആഴത്തിൽ ഗ്രഹിക്കുന്നതിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങളും ഭൗതിക ജീവിതത്തിന് ആവശ്യമായ വിമോചനവും ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 18-ാം അധ്യായത്തിലാണ് നമ്മുടെ വ്യാഖ്യാനം എത്തി നിൽക്കുന്നത്. 18-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചത്. അതുപോലെ തന്നെ 4-ാമത്തെ വാക്യത്തെക്കുറിച്ചും കുറേ കാര്യങ്ങൾ ഓടിയകലുവൻ എന്നതുമായി ബന്ധപ്പെട്ടും സൂചിപ്പിച്ചിരുന്നു. 4-ാമത്തെ വാക്യം മുതൽ വായിക്കുകയാണ്. 18:4. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു. എൻ്റെ ജനമേ, അവളിൽ നിന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും. അവരുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. പാപത്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 5-ാമത്തെ വാക്യം, അവളുടെ ബാബിലോണിൻ്റെ, അല്ലെങ്കിൽ ഇവിടെ പരാമർശിക്കപ്പെടുന്ന നമ്മളുടെ വ്യാഖ്യാനമനുസരിച്ച് ജെറുസലേമിൻ്റെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. അവൾ കൊടുത്തതുപോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുവിൻ. അവൾ കലർത്തി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവിൻ. 5-6 വാക്യങ്ങൾ. ഇവിടെ പാപങ്ങൾ ആകാശത്തോളം കൂന കൂടിയിരിക്കുന്നു എന്ന ആശയം, പൈലിംഗ് അപ്പ്, സ്റ്റോറിംഗ് അപ്പ് ഓഫ് സിൻ ആൻഡ് റോത്ത് എന്ന ഒരു സങ്കല്പം ബൈബിളിലുണ്ട്. അതായത് പാപം ശേഖരിച്ചു വെക്കുക, പാപം കൂന കൂട്ടുക. ഇത് യെശയ്യാ 30-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എനിക്ക് അഹിതമായ, ദൈവത്തിന് അഹിതമായ, ഹിതകരമല്ലാത്ത സഖ്യം ഉണ്ടാക്കി പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന് ദൈവം നൽകുന്ന ദർശനത്തിൻ്റെ അവസാന ഭാഗത്തും ഇങ്ങനെ പറയുന്നുണ്ട്. 4 തലമുറയ്ക്ക് ശേഷം അവർ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരും. പക്ഷെ 4 തലമുറ കഴിയേണ്ടി വരും. അതിന് കാരണമായി അവിടെ പറയുന്നത് എന്തെന്നാൽ അമോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല, അതിൻ്റെ അളവ് ഇനിയും പൂർത്തിയായിട്ടില്ല. തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ലേഖനത്തിലും യഹൂദരുടെ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. യഹൂദർ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു, ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി. വിജാതീയരുടെ രക്ഷയെ കരുതി അവരോട് ഞങ്ങൾ പ്രസംഗിക്കാൻ ഉദ്യമിച്ചപ്പോൾ ഞങ്ങളെ അവർ തടഞ്ഞു. അവസാന പുസ്തകം പറയുകയാണ്, അങ്ങനെ അവർ തങ്ങളുടെ പാപത്തിൻ്റെ അളവ് പൂർത്തിയാക്കിയിരിക്കുന്നു. റോമാലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ കരുണയെ നിസ്സാരമാക്കി അനുദപിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്, കൂട്ടിവെക്കുകയാണ് എന്ന ഒരു ആശയം കൂടി പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ബൈബിൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. അതിങ്ങനെയാണ്: പാപത്തിന് ദൈവം ഒരു ബോയിലിംഗ് പോയിൻ്റ്, ഒരു തിളനില, പാപം ഇനിയും 1% കൂടി ആവർത്തിക്കാൻ ദൈവം സമ്മതിക്കാത്ത ഒരു സാച്ചുറേഷൻ പോയിൻ്റ് ദൈവം വെച്ചിട്ടുണ്ട്. എല്ലാ പാപത്തിനും പാപത്തിൻ്റെ ആധിക്യം വർദ്ധിക്കാതെ ദൈവം തടയുന്ന ഒരു അളവ് ഉണ്ട്. ആ അളവിനപ്പുറത്തേക്ക് ഒരാളുടെ ജീവിതത്തിലോ ഒരു രാജ്യത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ ഒരു ജനതയുടെയോ ജീവിതത്തിലോ പാപം കടന്നു വരുമ്പോൾ ആ അളവ് കഴിയുന്നതിന് മുമ്പ് അവിടെ ദൈവത്തിൻ്റെ ക്രോധം വെളിപ്പെടും. അത് ഈജിപ്തിന് നേരെ വെളിപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് കാനാൻ ദേശത്തെ 7 ജനതകളുടെ മേൽ വെളിപ്പെടുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. പിന്നീടത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് നേരെ വെളിപ്പെടുന്നത് പ്രവാസത്തിൻ്റെ കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ബൈബിളിൻ്റെ ചരിത്രത്തിലുടനീളം ദൈവജനത്തിൻ്റെയും വിജാതീയരുടെയും ഇടയിൽ ഈ പാപത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും അതതിൻ്റെ തിളനിലയെ സമീപിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം ശിക്ഷാവിധിയായി കടന്നു വരുന്നതിനെക്കുറിച്ച് പല ആവർത്തി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.
ഇവിടെ 5-ാമത്തെ വാക്യം പറയുകയാണ്, അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുമ്പോൾ ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർത്തു. ഇനി അവൾക്ക് ശിക്ഷാവിധി വരികയാണ്. 6-ാമത്തെ വാക്യം, അവൾ കൊടുത്തതുപോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുവിൻ. പേ ബാക്ക് എന്നൊരു ആശയം ഉണ്ട്. അതായത് കൊടുത്തത് തന്നെ തിരിച്ചു കിട്ടും, വിതച്ചത് തന്നെ കൊയ്യും. അപ്പോൾ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ ഉത്തരവാദിത്വമുള്ളവരായി ജീവിക്കണം എന്നത് വളരെ ഗൗരവതരമായ ഒരു അവബോധമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് എടുക്കണം. ജീവിതം ഒരിക്കലും കുട്ടിക്കളിയല്ല, കളിതമാശയല്ല. ഒരു ഉത്സവപ്പറമ്പിൽ പെരുമാറുന്ന ലാഘവ ബുദ്ധിയോടെ എടുക്കേണ്ട ഒന്നല്ല ജീവിതം. ജീവിതത്തിൻ്റെ ഓരോ ചോയ്സുകളും പ്രധാനപ്പെട്ടതാണ്. ജീവനും മരണവും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് ജീവിതത്തിലെടുക്കുന്ന ഒരു ചെറിയ തീരുമാനം തെറ്റിപ്പോയാൽ അതിനൊരുപക്ഷെ ഒരു ജന്മം മുഴുവൻ കണ്ണുനീരും ഭാരവും കൊണ്ടുവരാനുള്ള ശേഷിയും ശക്തിയും സംഹാരശക്തിയും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ടാണ് വളരെ ഉത്തരവാദിത്വമുള്ളവരായി നമ്മൾ ജീവിക്കണമെന്ന് നിരന്തരം ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിച്ചത്. പേ ബാക്ക്, അവൾ കൊടുത്തതുപോലെ തന്നെ അവൾക്കും തിരിച്ചു കൊടുക്കുവിൻ. മാത്രമല്ല, ജെറുസലേമിന് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്കാകുമ്പോൾ അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം, ഡബിളാണ്. പാപം ചെയ്തതിൻ്റെ ഇരട്ടി അവളുടെ മേൽ ശിക്ഷാവിധി വരികയാണ്. ഇരട്ടി പ്രതിഫലവും നൽകുവിൻ. അവൾ കലർത്തിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവിൻ. 7-ാമത്തെ വാക്യം, അവൾ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുവിൻ. അവളുടെ ഹൃദയത്തിലെ അഹങ്കാരം, ഹൃദയത്തിൽ അവൾ വലുതാണെന്ന ചിന്ത, ഇത് യെശയ്യാ പ്രവചനത്തിൻ്റെ 14-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങളിൽ ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് വലിച്ചെറിയപ്പെടാൻ ഇടയാക്കിയ അതേ പാപം തന്നെയാണ്. ഹൃദയത്തിൽ തന്നെ മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുവിൻ. എന്തെന്നാൽ അവൾ ഹൃദയത്തിൽ പറയുന്നു, ഞാൻ രാജ്ഞിയായി വാഴുന്നു, ഞാൻ വിധവയല്ല, എനിക്കൊരിക്കലും വിലപിക്കേണ്ടി വരികയില്ല. 8-ാമത്തെ വാക്യം, തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവരുടെ മേൽ മഹാമാരികൾ വരും, മരണവും വിലാപവും ക്ഷാമവും. 3 കാര്യങ്ങളാണ് അവരുടെ മേൽ വരുന്നത്: മരണം, വിലാപം, ക്ഷാമം. അഗ്നിയിൽ അവൾ ദഹിപ്പിക്കപ്പെടും. അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ്. ഇനി 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 19 വരെ മറ്റൊരു യൂണിറ്റായിട്ടാണ് കാണേണ്ടത്. ബാബിലോൺ ഇങ്ങനെ തകരുമ്പോൾ അവളെ പ്രതി വിലപിക്കുന്ന 3 കൂട്ടം ആളുകളെ നമ്മൾ കാണുകയാണ്. 18:9 മുതൽ 19 വരെ രാജാക്കന്മാരും വ്യാപാരികളും കപ്പൽ നാവികരും കപ്പൽ കച്ചവടക്കാരും അവളെ പ്രതി വിലപിക്കുകയാണ്. 9 മുതൽ വായിക്കാം. അവളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും ഭോഗജീവിതം നയിക്കുകയും ചെയ്ത ഭൂമിയിലെ രാജാക്കന്മാർ അവൾ കത്തിയെരിയുന്ന പുക കാണുമ്പോൾ അവളെക്കുറിച്ച് കരയുകയും അലമുറയിടുകയും ചെയ്യും. അവരുടെ പീഡകളെക്കുറിച്ചുള്ള ഭയം നിമിത്തം അകലെ നിന്നുകൊണ്ട് അവർ പറയും, കഷ്ടം, കഷ്ടം മഹാനഗരമേ, സുശക്ത നഗരമായ ബാബിലോണേ, ഒരു വിനാഴിക കൊണ്ട് നിന്റെ വിധി വന്നു കഴിഞ്ഞല്ലോ. ആദ്യം അവളെക്കുറിച്ച് കരയുന്നത് ഭൂമിയിലെ രാജാക്കന്മാരാണ്. പല വിധത്തിൽ ഇത് കാണാൻ കഴിയും. ഒന്ന്, ഭൂമിയിലെ രാജാക്കന്മാരെ നമ്മൾ ഡിമോണിക് സ്പിരിറ്റ്സായി, അതായത് അവൾ ആരുമായാണോ വിഗ്രഹാരാധന ചെയ്തത് ആ വിജാതീയ ദേവന്മാർ അവരുമായി തുലനം ചെയ്ത് ഒരിക്കൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ ജെറുസലേം ആശ്രയിച്ച വിജാതീയ ജനതകളായി ഇവരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരൊക്കെ ഈ ബാബിലോണിൻ്റെ തകർച്ച കാണുമ്പോൾ അവരലമുറയിടുകയും കരയുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 10-ാമത്തെ വാക്യം, അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയം നിമിത്തം അകലെ നിന്നുകൊണ്ട് അവർ പറയും, കഷ്ടം മഹാനഗരമേ, കഷ്ടം, സുശക്ത നഗരമായ ബാബിലോണെ, ഒരു വിനാഴിക കൊണ്ട് നിന്റെ വിധി വന്നു കഴിഞ്ഞല്ലോ. ഇനി അടുത്ത കൂട്ടര് വ്യാപാരികളാണ്. 11-ാമത്തെ വാക്യം, ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. വ്യാപാരികളുടെ ദുഃഖം അവരുടെ കച്ചവടത്തിന്. ജെറുസലേം നശിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ലോകത്ത് ലഭ്യമായിരുന്ന എല്ലാ ആഡംബര വസ്തുക്കളും ലഭ്യമായിരുന്ന ഒരു ഇടമായിരുന്നു യഹൂദൻ്റെ നാട്. അതുകൊണ്ട് തന്നെ അവർ അടിസ്ഥാനപരമായി വ്യാപാരികളും കച്ചവടക്കാരുമായിട്ടാണ് ലോകത്തിൻ്റെ കണ്ണിൽ ഗണിക്കപ്പെട്ടിരുന്നത്.
അവരുമായുള്ള കച്ചവട ബന്ധം ഇല്ലാതാകുമ്പോൾ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. രാജാക്കന്മാർ കരഞ്ഞത് അവളുമായി വ്യഭിചാരം ചെയ്യുകയും ഭോഗജീവിതം നയിക്കുകയും ചെയ്തതുകൊണ്ടാണ്. വ്യാപാരികൾ കരയുന്നത് അവരുടെ കച്ചവടം ഇല്ലാതാവുന്നതുകൊണ്ടാണ്. ഇനി വളരെ കൗതുകകരമായ ഒരു കാര്യം 12-ാമത്തെ വാക്യത്തിലുണ്ട്. എന്തൊക്കെയാണ് അവർ കച്ചവടം ചെയ്തിരുന്നത് എന്നതിൻ്റെ ഒരു നീണ്ട പട്ടികയാണ് അവിടെ നൽകപ്പെടുന്നത്. കച്ചവട സാധനങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, രത്നങ്ങൾ, മുത്തുകൾ, മൃദുല വസ്ത്രം, ധൂമ്ര വസ്ത്രം, രക്താംബരം, പട്ട്, സുഗന്ധമുള്ള പലതരം തടികൾ, ദന്തനിർമ്മിതമായ വസ്തുക്കൾ, വിലയേറിയ തടി, പിച്ചള, ഇരുമ്പ്, വെണ്ണക്കല്ല് എന്നിവയിൽ തീർത്ത പലതരം വസ്തുക്കൾ, കറുവാപ്പട്ട, സുഗന്ധവ്യഞ്ജനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, മീറ, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലികൾ, ആടുകൾ, കുതിരകൾ, രഥങ്ങൾ. ഇനി അടുത്ത 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടിമകളല്ലാത്ത മനുഷ്യർ. അതായത് കച്ചവട സാധനങ്ങളിൽ അടിമകളുമുണ്ട്, അടിമകളല്ലാത്ത മനുഷ്യരുമുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു കച്ചവട വസ്തുവായി മാറി. മനുഷ്യനിലെ വിപണന വാണിജ്യ സാധ്യതകൾ കണ്ടെത്തി. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഒരു വ്യക്തിയായി കാണുന്നതിന് പകരം ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന വിധം വന്നു. ഇതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മനുഷ്യനിലെ ദൈവികതയെ തിരിച്ചറിഞ്ഞ് അയാളെ സ്നേഹിക്കുന്നതിന് പകരം മനുഷ്യനിലെ ഉപയോഗമൂല്യം, യൂട്ടിലിറ്റി, ഈ മനുഷ്യനെ കൊണ്ട് എന്ത് ഉപയോഗമുണ്ട് എന്ന് കണ്ട് സ്നേഹിക്കുന്ന വിധത്തിലേക്ക് മനുഷ്യൻ ഒരു കമ്മോഡിറ്റിയായി, ഉപഭോഗ വസ്തുവായി മാറിയ ഈ കാലത്തിൻ്റെ നേർചിത്രം കൂടിയാണ് ഈ കച്ചവട സാധനങ്ങളുടെ പട്ടികയിലൂടെ നാം വായിച്ചെടുക്കുന്നത്. 14-ാമത്തെ വാക്യം: നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നിൽ നിന്ന് അകന്നുപോയി, ആഡംബരവും ശോഭയുമെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു, അവയൊന്നും ഇനി ഒരിക്കലും നീ കാണുകയില്ല. അവൾ നിമിത്തം ധനികരായിത്തീർന്ന ഈ വ്യാപാരികൾ അവരുടെ പീഡകളെക്കുറിച്ചുള്ള ഭയത്താൽ അകലെ നിന്ന് കരയുകയും വിലപിക്കുകയും ചെയ്യും. ഇവരെല്ലാം കരയുന്നത് അകലെ നിന്നാണ്. മൃദുല വസ്ത്രവും ധൂമ്ര വസ്ത്രവും രക്താംബരവും ധരിച്ചതും സ്വർണവും രത്നങ്ങളും മുത്തും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായ മഹാനഗരമേ, കഷ്ടം, കഷ്ടം! എന്തെന്നാൽ 1 മണിക്കൂർ നേരം കൊണ്ട് നിന്റെ ധനമത്രയും ശൂന്യമാക്കപ്പെട്ടു. സകല കപ്പിത്താന്മാരും കപ്പൽ യാത്രക്കാരും നാവികരും കടൽ വ്യാപാരികളും അകലെ മാറി നിന്നു. നോക്കുക, ഇവരും മാറി നിന്നാണ് വിലപിക്കുന്നത്. അവളുടെ ചിതാധൂമം കണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഈ മഹാനഗരത്തിന് സദൃശ്യമായി വേറെ എന്തുണ്ട്? അവർ തങ്ങളുടെ തലയിൽ പൊടി വിതറുകയും കരഞ്ഞും വിലപിച്ചും കൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തു, മഹാനഗരമേ, കഷ്ടം, കഷ്ടം! കടലിൽ കപ്പലുള്ളവരെല്ലാം നീ മൂലം സമ്പന്നരായി, പക്ഷേ 1 മണിക്കൂർ കൊണ്ട് നീ നശിപ്പിക്കപ്പെട്ടു. ഇവിടെ ആവർത്തിക്കുന്ന ഒരു ഫ്രേസാണ്, ഒരു പ്രയോഗമാണ് 1 മണിക്കൂർ. നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു, ഈ രാജാക്കന്മാർ മൃഗത്തോട് ചേർന്ന് 1 മണിക്കൂർ അവർ സഖ്യം ചേർന്നതിനെക്കുറിച്ചും നമ്മൾ വായിച്ചിരുന്നു. ഇത് ജെറുസലേമിന് നേരെയുണ്ടായ ആ പീഡനം ദൈവം നിജപ്പെടുത്തിയ 1 മണിക്കൂറാണെന്ന് ഈശോ പറഞ്ഞ ഒരു വാചകവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിരുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ആ സമയം പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ആരും തന്നെ അവശേഷിക്കില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ ശിക്ഷാവിധിയുടെ ഒരു ഫ്രെയിമിനകത്ത്, ഒരു ചട്ടക്കൂടിനകത്താണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനകത്താണ്. അതൊരു പരിമിതമായ സമയത്തേക്കാണ് ജെറുസലേമിൻ്റെ മേൽ ആ പീഡനം അന്ന് ഉണ്ടായത്. 1 മണിക്കൂർ കൊണ്ട് അവൾ നശിപ്പിക്കപ്പെട്ടു. നമ്മൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ ബാബിലോണിനെക്കുറിച്ച് പലതരത്തിൽ പല വികലമായ ധാരണകളും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് ചിന്താഗതിയിൽ അനേക കാലങ്ങൾ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അങ്ങനെ പറയാറില്ലെങ്കിലും ഒരുപാട് കാലങ്ങളായി പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്ത് വിഭാഗങ്ങൾ ബാബിലോണിനെ ചിത്രീകരിച്ചത് കത്തോലിക്ക സഭയായിട്ടാണ്. കത്തോലിക്ക സഭയിൽ റോമാകുന്ന ആ വിജാതീയ മൃഗത്തിൻ്റെ മുകളിലിരിക്കുന്ന സഭയായിട്ടാണ്, അല്ലെങ്കിൽ മാർപ്പാപ്പയൊക്കെ ആയിട്ടാണ് ഈ ബാബിലോൺ എന്ന മഹാവേശിയെ അവരനേക കാലങ്ങളായി ഈ അടുത്ത നാളുകൾ വരെ ചിത്രീകരിച്ചത്. അങ്ങനെ വികലമായ പല കാഴ്ചപ്പാടുകളും ബാബിലോണിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മധ്യകാലത്തേക്ക് എത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചിന്തകൻ്റെ പേര്
ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ ഒലിവി എന്നാണ്. പീറ്റർ ഒലിവി, OLIVI. ഇദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ ദൈവശാസ്ത്രജ്ഞനാണ്. ഫ്രാൻസിസ്കൻ സഭയിലെ തിയോളജിയനാണ്. മധ്യകാലത്തുള്ള ഒരു ചിന്തകൻ, ഒരു ദൈവശാസ്ത്രജ്ഞൻ, പണ്ഡിതൻ. അദ്ദേഹം അഭിപ്രായപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു നിരീക്ഷണമുണ്ട്. ഈ ബാബിലോൺ റോമോ ജെറുസലേമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാമ്രാജ്യമോ ആയി കാണുന്നതിന് പകരം ഈ ലോകത്തിന് അനുരൂപപ്പെട്ട ഒരു സഭയെ ബാബിലോണായി അദ്ദേഹം കാണുന്നുണ്ട്. കാർണൽ ചേർച്ച് എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. കാർണൽ. അപ്പോൾ ഈ മഹാവേശ്യ ലോകത്തിന് അനുരൂപപ്പെട്ട ഒരു സഭയാണ് എന്നർത്ഥത്തിൽ അദ്ദേഹം നൽകുന്ന ഒരു വിശദീകരണം ഞാനൊന്ന് സൂചിപ്പിക്കുന്നത്, ബാബിലോണിലേക്ക് വീണുപോകാനുള്ള ഒരു പ്രലോഭനം ഒരു വിശ്വാസി എന്ന നിലയിൽ വ്യക്തിപരമായും അതുപോലെ തന്നെ ഒരു ഇടവകയിലും ഒരു രൂപതയിലും ഒരു സഭയിലും ഉണ്ടാകാൻ ഇടയുള്ളത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബാബിലോണിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 ഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ, ബാബിലോണിൻ്റെ 5 പ്രത്യേകതകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, അത് നമ്മൾ ഗ്രഹിക്കാതിരുന്നാൽ നമ്മളറിയാതെ ഈ 5 ഭാവങ്ങൾ നമ്മളിൽ കടന്നു വരും. വിഗ്രഹാരാധന, അതുപോലെ തന്നെ ജഡിക പാപം, വ്യഭിചാരം, മൂന്നാമത്തേത് ധനമോഹം എന്ന വളരെ ഗൗരവതരമായ ഊടിയകലുവെന്നാവശ്യപ്പെട്ട പാവങ്ങൾ, അതുപോലെ തന്നെ കച്ചവടം, ലാഭക്കൊതി, മനുഷ്യരെ ഉപഭോഗ വസ്തുക്കളായി കാണുന്ന വിധം, ഇങ്ങനെ ബാബിലോണിൽ ആവർത്തിക്കപ്പെട്ട തിന്മകൾ സഭയ്ക്കകത്തേക്ക് കടന്നു വരാതെ ഒരാത്മീയ സംരക്ഷണ ഭിത്തി തീർക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും, അല്ലെങ്കിൽ അതൊരു കാർണൽ ചേർച്ചായി, ഒരു ലൗകിക സഭയായി അധംപതിക്കും, അതിനെയും വേണമെങ്കിൽ ഈ മഹാവേശ്യ എന്ന് വിളിക്കാമെന്ന് പീറ്റർ ഒലിവി എന്ന ഈ ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞ ആശയം പ്രസക്തമാണ് എന്ന് തോന്നുന്നതുകൊണ്ട് അത് ഞാൻ സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അധ്യായത്തിലെ ബാക്കി വാക്യങ്ങളിലേക്ക് പോവുകയാണ്. 20-ാമത്തെ വാക്യം, അല്ലയോ സ്വർഗമേ, വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ, അവരുടെ നാശത്തിൽ ആഹ്ലാദിക്കുവിൻ. ഇവിടെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബാബിലോണിൻ്റെ നാശത്തിൽ ദുഃഖിച്ച ഭൂമിയിലെ രാജാക്കന്മാരെയും വ്യാപാരികളെയും കടൽ നാവികരെയും നമ്മൾ കണ്ടു. എന്നാൽ അവരുടെ നാശത്തിൽ വിലപിച്ചത് 3 കൂട്ടരാണെങ്കിൽ അവരുടെ നാശത്തിൽ സന്തോഷിക്കുന്നത് 4 കൂട്ടരാണ്. സ്വർഗമേ, വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ, അവരുടെ നാശത്തിൽ ആഹ്ലാദിക്കുവിൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അവൾക്കെതിരെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. അനന്തരം ശക്തനായ ഒരു ദൂതൻ വലിയ തിരികല്ല് പോലുള്ള ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ബാബിലോൺ നഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും, ഇനി ഒരിക്കലും അവൾ കാണപ്പെടുകയില്ല. പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ കീർത്തനത്തിലും അതുപോലെ നെഹെമിയായുടെ പുസ്തകത്തിലും ഈ ഈജിപ്തിനെ ബാബിലോണിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന ഒരു പ്രയോഗം കാണാൻ കഴിയും. ഇവിടെ വലിച്ചെറിയപ്പെട്ടത് നമ്മൾ വെളിപാട് 11-ലാണെന്ന് തോന്നുന്നു കണ്ടിരുന്നു. സോദോം എന്ന് വിളിക്കപ്പെടുന്ന ഈജിപ്ത്, അവിടെ വെച്ചാണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത് എന്നൊരു പരാമർശം കണ്ടിരുന്നു. അത് സൂചിപ്പിച്ചത് ജെറുസലേമിനെ കുറിച്ചാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ജെറുസലേമിൻ്റെ നാശം സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ് 21-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ദൂതൻ തിരികല്ല് പോലുള്ള ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ബാബിലോൺ മഹാനഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും, ഇനി ഒരിക്കലും അവൾ കാണപ്പെടുകയില്ല. വീണവായനക്കാരുടെയും ഗായകരുടെയും കുഴലൂതുന്നവരുടെയും കാഹളം വിളിക്കുന്നവരുടെയും ശബ്ദം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയില്ല. കരകൗശല വിദഗ്ധരാരും നിന്നിൽ കാണപ്പെടുകയില്ല. തിരികല്ലിൻ്റെ സ്വരം നിന്നിൽ നിന്ന് ഉയരുകയില്ല. ഒരു ദീപവും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പ്രകാശിക്കില്ല. വധൂവരന്മാരുടെ സ്വരം ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് കേൾക്കുകയില്ല. 5 കാര്യങ്ങൾ പറയുന്നതും യഹൂദ ജനതയെ സംബന്ധിക്കുന്നതാണ്. നമ്മൾ ഈ മഹാവേശ്യ, മഹാബാബിലോൺ ജെറുസലേമാണ് എന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി. വളരെ ശക്തമായൊരു കാരണമാണ് ഈ വാക്യങ്ങൾ. അതായത് ഇത് ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കാരണം വീണവായനക്കാർ, ഗായകർ, കുഴലൂതുന്നവർ, കാഹളം വിളിക്കുന്നവർ, ഇതെല്ലാം ആരാധനയുമായി, യഹൂദൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട വാക്യങ്ങളാണ്, കാര്യങ്ങളാണ്. അതിനി കേൾക്കുകയില്ലെന്ന് പറഞ്ഞാൽ അവൻ്റെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു, ആരാധന ഇല്ലാതായി. കരകൗശല വിദഗ്ധർ നിന്നിൽ കാണപ്പെടുകയില്ല. നമുക്കറിയാം, ബസാലയിൽ ഒഹോലിയാബ് തുടങ്ങിയ കരകൗശല വിദഗ്ധരെ ദൈവം നിയോഗിച്ചത് സമാഗമ കൂടാരം പണിയാനാണ്, ദേവാലയത്തിൻ്റെ മുന്നോടിയായ കൂടാരം പണിയാനാണ്. എന്ന് പറഞ്ഞാൽ ഇനി ദേവാലയം
പണിതുയർത്തപ്പെടില്ല, ദേവാലയം തകർന്നു കിടക്കും എന്ന സൂചനയാണ് ഇവിടെ കാണുന്നത്. മൂന്നാമത്തേത്, തിരികല്ലിൻ്റെ സ്വരം ഇനി നിന്നിൽ നിന്ന് ഉയരില്ല. ദേവാലയത്തിലെ ധാന്യബലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു ഉപകരണമാണ് തിരികല്ല്. അവിടെ ഗോതമ്പ് ധാന്യങ്ങളൊക്കെ പൊടിക്കുകയും മാവാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ധാന്യബലിയുമായി ബന്ധപ്പെട്ട ദേവാലയത്തിലെ ഒരു ഉപകരണമാണ് തിരികല്ല് എന്ന് പറഞ്ഞാൽ അവിടെയും ബലിയർപ്പണമില്ലാതാകുന്നു എന്ന സൂചനയാണ്. ഒരു ദീപവും ഇനി ഒരിക്കലും നിന്നിൽ പ്രകാശിക്കില്ല. നമുക്കറിയാം, ദീപം മെനോറ, 7 കാലുള്ള വിളക്ക്. ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന ആ ദീപം ദേവാലയം നശിപ്പിക്കപ്പെടുമ്പോൾ കെട്ടുപോവുകയാണ്. ഒരു ദീപവും ഇനി ഒരിക്കലും നിന്നിൽ പ്രകാശിക്കില്ല. വധൂവരന്മാരുടെ സ്വരം ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് കേൾക്കില്ല. വധൂവരൻ എന്ന് പറഞ്ഞാൽ ദൈവം വരനായും മണവാളനായും ജെറുസലേം അല്ല യഹൂദ ജനത ഇസ്രായേൽ മണവാട്ടിയായുമാണ് ബൈബിൾ അവതരിപ്പിച്ചത്. ആ വധൂവരന്മാർ തമ്മിലുള്ള ബന്ധം, ആ മണവാളൻ മണവാട്ടി ബന്ധം ഇനി ഇല്ലാതാവുകയാണ്. അവിശ്വസ്തരായ യഹൂദ ജനത ആ ബന്ധത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അവരിൽ നിന്ന് വിശ്വസ്തരായവർ മാത്രമാണ് ഇനി കുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഇമേജറിയിൽ, ആ ഒരു പ്രതീകത്തിൽ ഇനി ജെറുസലേമിന് അവിശ്വസ്തരായ യഹൂദ ജനതയ്ക്ക് ഒരു അവകാശം ഉന്നയിക്കാൻ കഴിയില്ല എന്നൊരാശയം കൂടി അവിടെ വരുന്നുണ്ട്. നിൻ്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു. നിൻ്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളെയും നീ വഞ്ചിക്കുകയും ചെയ്തു. 24-ാമത്തെ വാക്യം ഇത് ജെറുസലേമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിലൊന്നാണ്. പ്രവാചകന്മാരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവളിൽ കാണപ്പെട്ടു. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആബേൽ മുതൽ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ കൊല ചെയ്യപ്പെട്ട സക്കറിയ വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ കണക്ക് കൊടുക്കേണ്ടി വരും. അതായത് ഇവിടെ പറയുന്നത് ഈ ജെറുസലേമിൻ്റെ നാശം അവൾ ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയാണ്. നമ്മൾ 21-ാമത്തെ വാക്യത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർത്ത് പഠിക്കാൻ ഞാൻ ഒന്നുകൂടെ വാക്യങ്ങൾ പറയാം. വാക്യം 21, ഒരു തിരികല്ല് പോലെ ഒരു കല്ലെടുത്ത് കടലിലേക്ക് ദൂതൻ എറിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് വായിക്കേണ്ട ഒരു ഭാഗമാണ് ജെറമിയ 51, 63, 64. ജെറമിയ 51, 63, 64. അതുപോലെ തന്നെ 22, 23 വാക്യങ്ങളോട് ചേർത്ത് 22, 23 വാക്യങ്ങളോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ജെറമിയ 25, 10. ഈ വാക്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് വായിച്ചാൽ കുറേ കൂടി ഈ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കും. ഇന്ന് കുറേ കൂടി സമയം എടുത്തു. നല്ല ഒരു ദിവസം ഉണ്ടാവട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളെ കാണുന്നത് വരെ ഞാൻ ഡാനിയൽ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.